ഇത് ഓണത്തിന് ഷോയ. കലാഭവൻ സരികയുടെ കുടുംബം കലക്കി ഹോട്ട് സീറ്റ് ശാരിക. അനിമോളെ അടിക്കാൻ ഒരുങ്ങി അപ്പാനി ശരത്ത്. അനിമോൾ ആ സത്യം വിളിച്ചു പറഞ്ഞു, നീ നിമിത്തമാണ്, അപ്പാനി ശരത്ത് നിമിത്തമാണ് ബിൻസിയെ ബിഗ് ബോസ് പുറത്താക്കി. നമസ്കാരം. ബിഗ് ബോസിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ അടിയുടെ മാലപ്പടക്കമാണ്. കിച്ചണിലാണ് ക്യാമറ കണ്ണുകളെല്ലാം തന്നെ. മറ്റുള്ളവരുടെ ഇന്നും ലിവിംഗ് റൂമോ ഒന്നും കാണിക്കുന്നില്ല. കിച്ചണിൽ അതിന് ഡൈനിങ്ങിന്റെ ആ സ്പേസിലാണ് എല്ലാവരും മീറ്റ് ചെയ്യുന്നത്. കാര്യം ഇതിനകത്തില് ഇന്ന് നമുക്ക് നോമിനേഷൻ നടന്ന കാര്യങ്ങൾ നമ്മൾ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ കിച്ചണിനകത്തെ വഴക്കുകൾ, മറ്റുള്ള ഈ തർക്കങ്ങൾ അവിടെ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. അവിടെ ഗ്രൂപ്പുകൾ, അതായത് അക്ബറും കൂടെ ചേർന്നിട്ട് സരികയൊക്കെ കൂടെ ചേർന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു പരാതിയുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളികൾ എന്ന് വേണ്ട. അക്ബർ പറയുന്നു, ശാരിക എടുത്ത് പറഞ്ഞത് കോണത്തിലെ ഷോയാണ്, നിന്റെ കോണത്തിലെ പരിപാടിയാണ്. എത്ര മാന്യതയില്ലാത്ത, ലോകം കാണുന്ന ഈ പരിപാടിയിൽ ഇതൊക്കെ വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ, ഇത് ലൈവ് 24/7 എത്രയോ പേർ കാണുന്നു. അപ്പൊ ഇത് എഡിറ്റർ അല്ല സംഭവം. ചിലപ്പം ലൈവിൽ വരുന്നെങ്കിലും ഷോയിൽ ടിവിയിൽ വരണമെന്നില്ല. എന്നാൽ പോലും ഏഷ്യാനെറ്റിന്റെ തന്നെ ഒരു ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ബിഗ് ബോസിന്റെ പോക്ക് എന്ന് വേണം കരുതാൻ. എന്തായാലും ശരി, ഹോട്ട് സീറ്റിൽ വിളിച്ചിരുത്തി. സരികയുടെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞത്. സരിക തന്നെ ഹോട്ട് സീറ്റിലേക്ക് കയറിയിരുന്ന് ഇവരെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം. ശാരികയ്ക്ക് ഹോട്ട് സീറ്റിലെ ഈ മറ്റേ വർത്താനം പറയാനേ അവർക്ക് അറിയത്തുള്ളൂ. അവർക്ക് ഈ ഷോയിലെ വേറെ ഒരു കളിയും പ്ലേ ഇല്ല. അതിന് അവരൊരു സ്പേസ് ഉണ്ടാക്കി. ശാരികയെ അതിന് വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കൊടുന്നു, നീ ഇവിടെ ലാസ്യഭാവം കാണിച്ച് നിന്റെ ഭർത്താവിനെ ഒഴിവാക്കാനല്ലേ, നീ ഇവിടെ ആൾക്കാരെ വശീകരിക്കാനല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. തിരിച്ചു കളിച്ചൊക്കെ ഇരുന്ന സരിക ഇതെല്ലാം ഉള്ളിൽ തട്ടി കുടുംബം കിടങ്ങുമോ എന്നുള്ള പ്രശ്നം ഇതിലിങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞ് ഭയങ്കര പൊട്ടിത്തെറിയായി. അവിടെ കരച്ചിലായി, കൂവലായി. എൻ്റെ ദിലീപേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ശരി, ഹോട്ട് സീറ്റിൽ വിറപ്പിക്കുന്ന ശാരിക ഇന്ന് കരയുന്ന സീൻ കണ്ടു. അതെ, അവര് ആരുടെ മുന്നിലും പതറാത്ത ഒരു സ്ത്രീയാണ് ഹോട്ട് സീറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അവർ കയറിയപ്പോഴെ പറഞ്ഞു, ഞാൻ ഇതിന് പോകുന്നതിന് മുമ്പ് ഒരു കരയെന്ന് പറഞ്ഞു, അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ഇന്നങ്ങ് സാധിച്ചു. എന്തായാലും എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും, അക്ബറും അവരും ഇവരും എല്ലാവരും കൂടെ, മറ്റുള്ളവരും എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തി. ഇത് നിങ്ങൾ ചെയ്ത് ശരിയല്ല, നിങ്ങൾക്ക് ഭർത്താവില്ല, നിങ്ങൾ അതിന് ആ രീതിയിലായോണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നതൊക്കെ പറഞ്ഞ് അതിഭയങ്കരമായ വഴക്ക്. എന്തിന് സരികയെ പിടിച്ചുകൊണ്ട് പോയി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരച്ചിലായിരുന്നു. പൊട്ടിക്കരച്ചിൽ എന്ന് വേണം പറയാൻ. കാര്യം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അവർ ജീവിതത്തിൽ താന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ദാമ്പത്യത്തിൽ പോലും അവർ ഇത്രയും താന്ന് കാണത്തില്ല. ഇന്ന് ബിഗ് ബോസിൽ താന്നു. എന്തായാലും ശരി, അവര് രമ്യതയിലായി ദിലീപിനോട് പറയുന്നു, ഭർത്താവിനോട് പറയുന്നു, ഇത്രയും പുണ്യവതിയായ അല്ലെങ്കിൽ ഇത്രയും വജ്രമായ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കിട്ടിയത് ജന്മം കൊണ്ട് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പൂഴ്ത്തലും സരികയെ തിരിച്ച് സ്നേഹത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്ന ശ്രമം അവിടെ നടക്കുമ്പോൾ മറ്റൊരു പ്രശ്നമാണ് ഈ അപ്പാനി ശരത്തുമായിട്ട് കിച്ചണിനകത്തെ പ്രശ്നത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ട് അനിമോളെ അടിക്കുന്ന സ്റ്റേജിലേക്ക് വന്ന ഈ അപ്പാനി ശരത്ത്. ഇന്ന് ബിഗ് ബോസ് രാവിലെ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ചുമ്മാതെ ബഹളം ഉണ്ടാക്കി ലോക ശ്രദ്ധ നേടി വോട്ട് നേടാം. അതായത് കൈ നനയാതെ മീൻ പിടിക്കുന്ന ചില പരിപാടികൾ. ഇവിടെ കളിക്ക് അന്തസ്സായിട്ട് കളിച്ചാണ് അനീഷ് ഇപ്പൊ ഒന്നാമത് നിൽക്കുന്നത്. ആദ്യത്തെ ഇതിലെ എല്ലാവരും എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ ഇന്നത്തെ നോമിനേഷനിൽ ഒറ്റ പേര് വന്നിട്ടില്ല അനീഷിന്റെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അതാണ്. അതുപോലെ ഷാനവാസിന്റെ ഇന്ന് ഒരു പോയിന്റ് അങ്ങോട്ടേ ഉള്ളൂ നോമിനേഷൻ വന്നേക്കുന്നത്, 1-2 പോയിന്റ് അങ്ങോട്ടേ ഉള്ളൂ. അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അതിനകത്തില് അവര് വഴക്കിടുകയാണേലും ഇതിന് പിന്നിൽ എന്തെങ്കിലും അത്രയും ഒരു എയിം വെച്ചാണ് അവർ കളിക്കുന്നത്.
ഇത് ഇമ്മാതെ കുറെ മോങ്ങുന്ന കുറെ എണ്ണത്തിനെ കൊണ്ടിട്ടിട്ട് എന്തതായി കാണിക്കുന്നു ബിഗ് ബോസെ? ഇതൊരു മര്യാദ കെട്ട പരിപാടിയല്ലേ? ജനത്തിനെ ഇത് കണ്ടു കഴിഞ്ഞാല് ഉള്ള ഇതിന്റെ ക്രെഡിബിലിറ്റി പോവില്ലേ? അത്രയും മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷോ. ഇതിനകത്ത് നിന്ന് ഈ സരിക പിന്നെ ഒനിൽ സാബു, ഈ അപ്പാനി ശരത്തിനെ ചിലപ്പം വിടത്തില്ല. കാര്യം ഇപ്പം അപ്പാനി ശരത്ത് ബിഗ് ബോസിന് റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ് നെഗറ്റീവില്, ചിലപ്പോൾ വിടത്തില്ല. അതുകൊണ്ട് അപ്പാനി ശരത്തിനെ ചേർത്ത് നിർത്തിയേക്കുന്നത്. എന്നാലും അറിയത്തില്ല. നോമിനേഷനിൽ ഇവർ 3 പേരാണ് വന്നേക്കുന്നത്. അടുത്ത ആഴ്ച ആര് പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈ അടി രാവിലെ മുതൽ നടക്കുന്ന അടിക്ക് ഇന്ന് യാതൊരു കുറവില്ല. എല്ലാ ദിവസവും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ശരി, വളരെ സൈലന്റ് ആയിട്ട് നമ്മൾ അനീഷ് ചേട്ടനൊക്കെ ഇരിക്കുന്നു, ഷനവാസ് സൈലന്റ് ആണ്. ഇവരൊക്കെ ആയിരുന്നു പ്രശ്നക്കാര്. ഇപ്പോൾ വലിയ മല പോലെ വന്ന എലി പോലെ പോയി അവരൊക്കെ അങ്ങ് മാറിക്കൊടുത്ത് പുതിയ സൃഷ്ടാക്കൾ, അതുപോലെ ക്യാപ്റ്റൻസി ആര്യൻ അങ്ങോട്ട് എടുത്തപ്പോഴത്തേക്ക് ഇപ്പൊ എല്ലാം റെഡിയാക്കുമെന്ന് പറഞ്ഞു. എന്ത് റെഡിയാക്കാൻ? ഇതിനകത്തില് ഈ കന്നും കൂട്ടം കിടന്ന് ചിലക്കുന്ന മാതിരിയുള്ള ചിലയാണ് അതിനകത്ത്. ഒരു സംസ്കാരം ഇല്ലാത്ത രീതി. എന്ത് ഇതൊക്കെ ടാസ്കാണോ? അതുപോലെ ബിഗ് ബോസ് ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇതുണ്ട്. കിച്ചണിൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുമ്പോൾ കിടന്ന് ചിലക്കുക, വഴക്കിടുക, ഈ തുപ്പലൊക്കെ തെറിച്ച് വീഴുക. കഴിഞ്ഞ ദിവസം ജിസേല് സ്പൂണില് നാക്ക വെച്ചിട്ട് ആ സ്പൂൺ എടുത്തിട്ട് അത് പലരും നോട്ട് ചെയ്തു. ഞാനതൊക്കെ വിട്ട കേസിട്ടാ ഇത് പറഞ്ഞോണ്ട് പറയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടൻ എന്ന് പറയുന്നത് ഹൈജീനിക്കാണ് കിച്ചൺ എന്ന് പറയുന്നത്. നമ്മുടെ എന്തുവാ ആശയങ്ങൾ ഒത്തിരി പങ്കുവെക്കുന്ന സ്ഥലമാണ്, അവിടെ പവിത്രമാണെന്നൊക്കെ പറയുന്നു. ലാലേട്ടൻ പറയണം ഇവർക്കൊരു ക്യാപ്പ് കൊടുക്കാൻ. ഇന്ന് തട്ടുകടകളിൽ പോലും ഒരു ക്യാപ്പ് വെച്ചാണ് നിൽക്കുന്നത്. ഇത് ക്യാപ്പും ഇല്ല, ഒരു കുന്തവും ഇല്ല അവിടെ. ഇനി അവിടെ വെച്ചിട്ട് കൊടുക്കാതിരിക്കുന്നതാണെങ്കിൽ പറയുന്നത് ക്ഷമിക്കണം. എന്തായാലും ശരി, കുത്തഴിഞ്ഞ രീതിയിലുള്ള ഗ്രൂപ്പിസം എല്ലാം പൊളിക്കാൻ ഇന്ന് ബിഗ് ബോസ് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന് നല്ല ഒരു ബിഗ് ബോസിന് വലിയ താങ്ക്സ് പറയണം. ഇന്ന് നോമിനേഷനിലെ കാര്യത്തിന് ആ ഒരു രീതിയിലാണ് ഇന്ന് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കളികള് ചുമ്മാ ക്യാമറയ്ക്ക് മുമ്പിൽ കുറെ ഷോ കാണിക്കുന്നവര്, കളിക്കാതെ മിണ്ടാതെ നടക്കുന്നവരെ എല്ലാം. ശൈത്യയൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ വിടുന്നതായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പാനി ശരത്തിന്റെ ഭാര്യ ഒരു പ്രസ് മീറ്റ് വെച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ ഗോപ്രോ മച്ചാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാള് പറയുന്നുണ്ട് ഈ ഫേസ്ബുക്കിലും ഒക്കെ അവർക്കെതിരെ ഒത്തിരി സൈബർ അറ്റാക്ക് വരുന്നുണ്ട്. ബിൻസിയുടെ പേരും പറഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനെയൊക്കെ അവര് നേരിടും എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ബിൻസി പുറത്താകേണ്ട ആളല്ലേ, എന്നിട്ടും പുറത്താക്കി എന്ന് പറഞ്ഞു. ഇന്ന് അനുമോള് പറഞ്ഞു ഇവർക്ക് ഇതെന്ത് ജയിലിൽ കിടക്കുന്നവര് ഇവര് വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. പക്ഷെ അനുമോൾ ഇന്ന് സത്യം വിളിച്ചു പറഞ്ഞു. അനുമോൾ ആ സത്യം വിളിച്ചു പറഞ്ഞു, നീ നിമിത്തമാണ്, അപ്പാനി ശരത്തെ നിമിത്തമാണ് ബിൻസിയെ ബിഗ് ബോസ് പുറത്താക്കിയത് എന്ന പബ്ലിക് അറിഞ്ഞ കാര്യം ബിഗ് ബോസിനുള്ളവർക്കും അറിയാം എന്നുള്ളത് ഇന്ന് ക്ലിയർ ആയിരിക്കുകയാണ്. അടിയുടെ പൂരം ഇനി എന്തായി തീരും എന്നറിയത്തില്ല. അടുത്തൊരു അപ്ഡേറ്റ് കാണും വരെ നന്ദി, നമസ്കാരം.